മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകാം. സംസ്ഥാനത്തെ RDO ഓഫീസുകളിൽ മിന്നൽ പരിശോധന. 27 RDO ഓഫീസുകളിലാണ് പരിശോധന നടക്കുന്നത്. 32 ഡെപ്യൂട്ടി കളക്ടർമാരുടെ ഓഫീസുകളിലും പരിശോധന നടക്കുകയാണ്. ഹരിമോഹനാണ് ചേരുന്നത്. ഹരിമോഹൻ, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ മിന്നൽ പരിശോധന നടക്കുന്നത്? വിശദാംശങ്ങൾ എന്താണ്? നെൽവയൽ തണ്ണീർത്തട ക്രമക്കേടിലാണെന്ന് മനസ്സിലാക്കുന്നു. ഓപ്പറേഷൻ ഹരിത കവചം എന്ന പേരിലാണ് പരിശോധന, അല്ലേ? അതെ വിനിത, പ്രധാനമായിട്ടും ഈ പരിശോധന എന്ന് പറയുന്നത് കേരള നെൽവയൽ തണ്ണീർത്തട നിയമത്തിന്റെയും ചട്ടത്തിന്റെയും ഒക്കെ വിരുദ്ധമായിക്കൊണ്ട് ഭൂമി തരം മാറ്റുന്നു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് വിജിലൻസ് ഓപ്പറേഷൻ ഹരിത കവചം എന്ന പേരിൽ ഇപ്പോൾ മിന്നൽ പരിശോധന സംസ്ഥാനത്തൊട്ടാകെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 27 RDO ഓഫീസുകളിലും 32 സബ് കളക്ടർ ഓഫീസുകളിലുമാണ്, ഡെപ്യൂട്ടി കളക്ടർ ഓഫീസുകളിലുമാണ് ഇത്തരത്തിൽ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽക്ക് തുടങ്ങിയ പരിശോധന ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പരിശോധനയ്ക്ക് കാരണമായി എടുത്തു പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ ചില ഉദ്യോഗസ്ഥർ കൈക്കൂലി കൈപ്പറ്റിക്കൊണ്ട് ക്രമക്കേടുകൾക്ക് കൂട്ടുനിൽക്കുകയാണ്. ക്രമക്കേടുകൾ എന്ന് പറയുന്നത് ഈ നെൽവയലുകളും തണ്ണീർത്തടങ്ങളും തരം മാറ്റിക്കൊണ്ട്, അതായത് നിയമവിരുദ്ധമായി തരം മാറ്റിക്കൊണ്ട് ആ ഇടങ്ങളിൽ, അതായത് ആ നെൽവയലുകളിലും തണ്ണീർത്തടങ്ങളിലും ഒക്കെ തന്നെ കെട്ടിടങ്ങൾ നിർമ്മിക്കുകയാണ്. അങ്ങനെ കെട്ടിടങ്ങൾ നിർമ്മിച്ചുകൊണ്ട് അതൊക്കെ തന്നെ മറിച്ചു വിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഡെപ്യൂട്ടി കളക്ടർമാരുടെ ഓഫീസുകളിലും RDO ഓഫീസുകളിലും ഒരു ഭൂമാഫിയ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് വിജിലൻസിന്റെ ഒരു കണ്ടെത്തലായി വന്നിരിക്കുന്നത്. ആ ഭൂമാഫിയാണ് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി വാങ്ങി നൽകുന്നത്. അവരാണ് ഇതിന് ഇടനില നിൽക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വ്യാപകമായി ചട്ടങ്ങൾക്ക് വിരുദ്ധമായി കൊണ്ടുള്ള ഭൂമി തരം മാറ്റലുകൾ സംസ്ഥാനത്തൊട്ടാകെ നടക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലായി പറയുന്നത്. ഇതിന് പിന്നിൽ, ഈ ഭൂമാഫിയയ്ക്ക് പിന്നിൽ സംസ്ഥാനത്തെ ഒരു റിയൽ എസ്റ്റേറ്റ്, വലിയ രീതിയിലുള്ള റിയൽ എസ്റ്റേറ്റ് കച്ചവടം തന്നെ നടക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ കൂടിയായി പറയുന്നത്. ഇതിനകത്ത് ഈ ഉദ്യോഗസ്ഥർ, അതായത് RDO ഓഫീസുകളിലെ പ്രധാനപ്പെട്ട ചുമതലകളിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ, അവരൊക്കെയാണ് ഇത്തരത്തിൽ കൈക്കൂലി കൈപ്പറ്റുന്നത് എന്നുള്ള ഒരു പ്രാഥമിക വിവരം ഇപ്പോൾ വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വിജിലൻസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ഒരു പരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 60ഓളം ഓഫീസുകളിലാണ് ഇത്തരത്തിൽ പരിശോധന നടക്കുന്നത്. എന്തായാലും പരിശോധന തുടർന്നു വരികയാണ്. വൈകുന്നേരത്തോടു കൂടി ഈ പരിശോധന അവസാനിപ്പിച്ചുകൊണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക, അതായത് നടപടികൾ അടക്കം എടുത്തുകൊണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ് നിലവിൽ വിജിലൻസ് തീരുമാനിച്ചിരിക്കുന്നത്. വിനീത, ശരി, അത് RDO ഓഫീസിലെ പരിശോധനയുടെ വിശദാംശങ്ങളാണ്, മിന്നൽ പരിശോധനയുടെ വിശദാംശങ്ങളാണ് ഹരി തന്നത്.